സൗരവ് ചാന്ദിദാസ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിലെ ദാതായായ കഥയേറെയുണ്ട്. കൽക്കട്ടയിലെ എണ്ണം പറഞ്ഞ ബിസിനസ്സുകാരിൽ ഒരാളായ ചാന്ദിദാസ് ഗാംഗുലി മകനെ വ്യവസായത്തിനപ്പുറം പ്രശസ്തനാക്കാൻ ആഗ്രഹിച്ചു. കൊൽക്കത്തയുടെ ഹൃദയതാളമായിരുന്ന ഫുട്ബോളിലായിരുന്നു സൗരവിന്റെ ആദ്യ കമ്പമെങ്കിലും സൗരവിനേക്കാൾ 4 വയസ്സ് മൂത്ത സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലി ബംഗാൾ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായതോടെ സൗരവിന്റെയും ശ്രദ്ധ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞു. ആകാശത്തിന് കീഴെ മക്കൾ ആഗ്രഹിക്കുന്ന എന്തും സാധ്യമാക്കി കൊടുക്കുന്ന അപ്പന്റെ കൈപിടിച്ച് സൗരവ് ക്രിക്കറ്റ് അക്കാദമിയുടെ പടി കയറി. 15-ാം വയസ്സിൽ സെന്റ് സേവിയേഴ്സ് സ്കൂളിന് വേണ്ടി ഒറീസയ്ക്കെതിരെ സെഞ്ചുറി നേടിയതോടെ ക്രിക്കറ്റിൽ അവൻ കസേര വലിച്ചിട്ടിരിക്കുമെന്ന അപ്പൻ അരക്കിട്ടുറപ്പിച്ചു. പിന്നെ മകനെ ക്രിക്കറ്ററാക്കാനുള്ള ശ്രമമായിരുന്നു. 1989-ൽ ബംഗാൾ സ്റ്റേറ്റ് ടീമിന് വേണ്ടി സൗരവ് പാടണിഞ്ഞു. അതേ വർഷം തന്നെ ജ്യേഷ്ഠൻ സ്നേഹാശിഷ് ഗാംഗുലി പാടഴിച്ച് കുടുംബ ബിസിനസ്സായ പ്രിന്റിംഗ് ബിസിനസ്സിലേക്കും കടന്നു. 1990-91 രഞ്ജി സീസൺ നൽകിയ ബാറ്റിംഗ് ആവറേജ് സൗരവിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നു. അപ്പൻ പണമെറിഞ്ഞു വാങ്ങിയ സ്ഥാനമെന്ന അപവാദങ്ങൾക്കിടയിൽ ആദ്യ മത്സരത്തിൽ വെറും 3 റൺസ് മാത്രം നേടി ഗാംഗുലി അമ്പേ പരാജയമായി മാറി. എന്നാൽ 12-ാമനായെങ്കിലും തുടർന്നും ടീമിൽ ഇടം ലഭിച്ചെങ്കിലും കൊൽക്കത്തയുടെ രാജകുമാരൻ ടീമേറ്റ്സിന് വെള്ളം കൊടുക്കുന്നത് പോലുള്ള ദാസ്യവേലകൾ ചെയ്യാൻ വിമുഖത കാട്ടി സ്വയം പുറത്തായി. ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയാർന്ന പ്രകടനം 1996-ൽ ഗാംഗുലിക്ക് വീണ്ടും ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തു. 2-ാം ഊഴത്തിൽ ശരിക്കും കടുവയുടെ ശൗര്യത്തോടെ ഗാംഗുലി അജയ്യനായി ബാറ്റ് വീശി. ഇംഗ്ലണ്ടിനെതിരെയുള്ള തന്റെ ആദ്യ 3 ടെസ്റ്റിലും സെഞ്ചുറി നേടി അപ്പന്റെ കീശയിലെ പൂത്ത പണം കൊണ്ട് മാത്രമല്ല പ്രതിഭയോടും കൂടിയാണ് താൻ ഇവിടം വരെ എത്തിയതെന്നയാൾ ലോകത്തോട് കളിച്ചു തെളിയിച്ചു. മഹാരാജയിൽ നിന്നും ഓഫ് സൈഡിലെ ദൈവമായും ബംഗാൾ കടുവയായും പ്രിൻസ് ഓഫ് കൽക്കട്ടയായും ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാതയുമായും സൗരവ് ഗാംഗുലി വളർന്നു. കളിക്കളത്തിലെ ആക്രമണോത്സുകതയും വീറും വാശിയും ജീവിതത്തിലും സൗരവ് കാട്ടി. കുടുംബശത്രുവായിരുന്ന അയൽവാസിയുടെ മകൾ ഡോണ റോയിയെ പ്രതിഷ്ഠിത വധുവാക്ക് വഴി അവിടെയും സൗരവ് ഹീറോയായി. 40-ന് മുകളിൽ ആവറേജ് എല്ലാ ക്ലാസ് മത്സരങ്ങളിലും പുലർത്തിയ ദാദ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി 2000 മുതൽ 2006 വരെ ഇന്ത്യയെ നയിച്ചു. കളിക്കളത്തിലെ ആക്രമണപരത പോലെ ജീവിതത്തിൽ എന്നും പുലർത്തിപ്പോന്ന ബോസി സ്വഭാവം കളത്തിനകത്തും പുറത്തും ദാദയ്ക്ക് ആരാധകരെക്കാൾ ശത്രുക്കളെ നേടിക്കൊടുത്തു. ഗ്രെഗ് ചാപ്പലുമായുള്ള ശത്രുത അങ്ങാടിപ്പാട്ടായ രഹസ്യമായിരുന്നു. ഇതിഹാസ തുല്യമായ വലിയ കരിയറിനൊടുക്കം അർഹിച്ച മറ്റു പല കസേരകളിലേക്കും സൗരവ് ചാന്ദിദാസ് ഗാംഗുലി നടന്നു നീങ്ങുമ്പോൾ ഒരു സെഞ്ചുറി തികയുന്നില്ലല്ലോ, അഥവാ എ സെഞ്ചുറി ഈസ് നോട്ട് എനഫ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥ ഗൗതം ഭട്ടാചാര്യ എഴുതി വിപണിയിലെത്തിച്ചു. ഒരു മേജർ അറ്റാക്കിനെയും സ്വതസിദ്ധമായ ശൈലിയിൽ ക്രീസ് വിട്ട് 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറി സിക്സർ പായിച്ചിട്ട് ദാദ ചിരിക്കുകയാണ്. 90കളുടെ കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ചിരുന്ന അതേ ചിരി.